ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മീഡിയാസിനോട് സംസാരിച്ച് പോകുന്ന ചീഫിനോട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകാമെന്ന് പാർക്ക് പറയുന്നതും ചീഫ് പറ്റില്ല എന്ന് തന്നെ അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വെസൽസ് ഇല്ല, അത് IOയിലും സ്റ്റേറ്റ്സിലാണ് ഉള്ളതെന്ന് പറയുന്ന ചീഫിനോട് അവരുടെ സഹായമൊക്കെ ചോദിച്ച് സെറ്റായിട്ട് വരുമ്പോഴേക്കും 1 വീക്കെങ്കിലും എടുക്കും. അതുവരെ അവർ പിടിച്ചു നിൽക്കില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, നമുക്ക് അവരെ രക്ഷിച്ചല്ലേ പറ്റൂ, അല്ലാതെ മരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന് ചോദിച്ച് പാർക്ക് ചൂടാകുന്ന ടൈമിൽ ഇവളാണെങ്കിലോ ഇവരിപ്പോൾ ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റ് എന്തോ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ പേര് മാറു എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ മാറുവിൽ ഈ സേഫ്റ്റി ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല, ഇതുവരെ ഡമ്മി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ശരിക്കുള്ള മനുഷ്യരെ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല. ഇതുവരെ സ്പേസിലേക്ക് പോകാത്ത ആ ഒരു വാഹനത്തെ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്ന ഈവിനോട് ഞാനൊരു സോൾജിയറാണ്, ഒരു പൈലറ്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യലേ വേണ്ടത്, അതായത് നിനക്ക് പറ്റും, നിങ്ങൾക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞയക്കുന്നതിന് പകരം ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിച്ചു പാർക്ക് ചൂടാകുന്ന ടൈമിൽ ഈ ചീഫ് ആണെങ്കിൽ ഒരെണ്ണം നമ്മുടെ പാർക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ വിചാരം എന്താ, ഈവിനെ പറ്റി എനിക്കൊരു ചിന്തയില്ല എന്നാണോ? തന്നേക്കാൾ നല്ല ചിന്ത എനിക്കുണ്ട്, പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഡേഞ്ചറാണ്. ഓൾറെഡി 2 പേരുടെ ജീവിതം തന്നെ ഡേഞ്ചറിലാണ്, അതിൻ്റെ ഇടയിൽ ഇനി ഒരാളുടെ ലൈഫ് കൂടി ഡേഞ്ചറിലാക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ചീഫ് ആണെങ്കിൽ അല്ലെങ്കിൽ തന്നെ താൻ ഇവിടുന്ന് റിസൈൻ ചെയ്തതില്ലേ, അപ്പോൾ ഇതിലൊന്നും ഇടപെടേണ്ടെന്ന് പറയുമ്പോൾ പാർക്കാണെങ്കിലും ചൂടായിട്ട് റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ ഇതുവരെ ഫോർവേഡ് ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ഫോർവേഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല, ഈ കാര്യങ്ങളൊക്കെ കഴിയട്ടെ, എന്തായാലും ഈവിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണെന്ന് പറയുന്ന പാർക്കിനെയാണ് കാണിക്കുന്നത്. എന്തോ പാർക്കിന് മാനസാന്തരമൊക്കെ വന്നു എന്ന് തോന്നുന്നു. ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഗോങ്യോങ്ങിൻ്റെ 9ാമത്തെ ദിവസമാണെന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവൻ നോക്കുന്ന ടൈമിൽ അവിടെ മൊത്തം മഞ്ഞത്തുള്ളികളാണ് കാണുന്നത്, അതായത് ഡീഹ്യൂമിഡിഫയർ ഓഫ് ചെയ്തല്ലോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഈവിനോട് -20°C ആണെന്ന് ഇവൻ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ കുറച്ച് തെർമൽ ടെൻ്റായിട്ടാണ് കേട്ടോ വരുന്നത്, ഇത് ഉപയോഗിച്ച് നമുക്ക് തൽക്കാലം തണുപ്പിൽ നിന്ന് രക്ഷ നേടാമെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഞാൻ വല്ല ഫുഡും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ചീഫാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ചെത്തിക്കണമല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ട് ഈ സ്റ്റേറ്റ്സിലുള്ള ഒരാളോടും അതുപോലെ തന്നെ IOയിലത്തെ ആളോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു റെസ്ക്യൂ ഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, ഇപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ സ്റ്റേറ്റിലുള്ള ആളാണെങ്കിൽ പറയുന്നുണ്ട് 1 വീക്കെങ്കിലും ടൈം ആവശ്യമാണെന്ന്. അപ്പോൾ IOയിലത്തെ ആളോട് കുറച്ചെങ്കിലും നേരത്തെ ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവരും ഇതുപോലെ 5 days ആണ് മാക്സിമം പറയുന്നത്. അപ്പോൾ ചീഫ് ആണെങ്കിൽ 5 ദിവസമൊന്നും പറ്റത്തില്ല, ഒരു 3 ദിവസം അതിൻ്റെ ഉള്ളിൽ സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്സിലുള്ള ആളാണെങ്കിൽ അല്ല നിങ്ങളുടെ മാറു അത് റെഡി ആയിട്ടുണ്ടല്ലോ, അത് ലോഞ്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അതിൻ്റെ എമർജൻസി എക്സിറ്റ് ഒന്നും ശരിയായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന നിസ്സഹായതയോടെ കൂടി നിൽക്കുന്ന ചീഫിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ സ്കോർപ്പിയോയിൽ വന്നിറങ്ങിയ 4 പേരും ഒരു ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഇവരെ കൊണ്ടുപോകുന്നത്. ആ ടൈമിൽ കങ്സുവിനൊരു കോൾ ഉണ്ടെന്ന് പറയുന്നതും സാൻഡി ആണെങ്കിൽ കുറച്ച് വെള്ളം തരുമെന്ന് പറഞ്ഞ് ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്ന് കൊടുക്കത്തില്ല എന്ന് തോന്നുന്നു ഇവർക്ക്. കങ്സുവിനെ വിളിക്കുന്നത് മറ്റാരും ആയിരിക്കില്ല, ഗുയിനി ആയിരിക്കും. നീ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്നത്, അവൻ എവിടെ പോയി, അവനെയല്ലേ കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു ആവശ്യമില്ലാതെ കങ്സുവിനോട് ചൂടാകുന്നതും. അപ്പോൾ ഇവനാണെങ്കിൽ നീ ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊരു കാര്യം പറയട്ടെ, ഹോസ്റ്റാനിൽ നിനക്കൊരു പ്ലെയിൻ ഇല്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്താ ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലാകാതെ ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അമ്മമാരുടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഒട്ടിക്കുന്നതും പുറത്തേക്ക് വരുന്ന അമ്മമാരാണെങ്കിൽ ആകെ വിഷമത്തിൽ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അമ്മയാണെങ്കിൽ കരയുമ്പോൾ മറ്റേ അമ്മയാണെങ്കിൽ നീ എന്തിനിങ്ങനെ കരയുന്നത്, അവൻ മരിച്ച പോലെയാണല്ലോ തോന്നുന്നത്, അവനൊന്നും പറ്റത്തില്ല, അവൻ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതും ഇവർ 4 പേരിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ 30 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ ഗോങ്യോങ്ങും ഈവും അവിടെ പെട്ടിട്ട്, അത് എഴുതി കാണിക്കുന്നുണ്ട്. കൺട്രോൾ റൂമിലേക്ക് വിളിക്കുന്ന ഈവാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ പവർ ഓൺ ആയിട്ട് കിടക്കുകയാണ്, അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എമർജൻസി പവറും കഴിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് ഓഫ് ആക്കേണ്ടി വരും. റെസ്ക്യൂ ഷിപ്പ് വരുമ്പോൾ ഇത് ഓഫ് ആക്കിയാൽ ശരിയാവത്തില്ല എന്നൊക്കെ അറിയാം, പക്ഷെ തൽക്കാലം ഇത് ഓഫ് ചെയ്യേ പാകുള്ളൂ, കാരണം ഓക്സിജൻ ജനറേറ്റ് ചെയ്യണത് ഓൾറെഡി അതിന് പവർ വേണമല്ലോ, അപ്പോൾ ഇതല്ലേ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് മെസ്സേജ് ആയിരിക്കും എന്നൊക്കെ പറയുന്ന ടൈമിൽ ചീഫിനാണെങ്കിൽ നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്, കാരണം ഇതുവരെ ഒരു റെസ്ക്യൂ ഷിപ്പ് സെറ്റായിട്ടില്ല. പക്ഷെ എന്നാലും ചീഫ് അവിടെ പറയുന്നത് റെസ്ക്യൂ ചെയ്യാൻ ഉടനെ തന്നെ അങ്ങോട്ട് ഷിപ്പ് വരും എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഈവാണെങ്കിൽ ശരിക്കും എന്ന് അവിടെ ചോദിക്കുന്നതും അപ്പോൾ വളരെ സങ്കടത്തോട് കൂടിയിട്ട് മാക്സിമം ഒരു 30 hours എന്നിവൾ പറയുന്ന ടൈമിൽ ഈവാണെങ്കിലോ ഞങ്ങളുടെ കാര്യം മറന്നു പോവല്ലേ, ശരി അപ്പോൾ ഭൂമിയിൽ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു കോൾ കട്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ആ കൺട്രോൾ റൂമിലുള്ള എല്ലാവർക്കും നല്ല വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ ഏകദേശം പ്രതീക്ഷയൊക്കെ പോയ മട്ടിലാണ് ഇവനെ നോക്കുന്നത്. നമുക്കൊന്ന് ഡ്രിങ്ക്സ് അടിച്ചാലോ എന്ന് ചോദിക്കുന്നതും പിന്നീട് ഇവരുടെ കയ്യിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ അത് ഈവ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ പാർക്കാണെങ്കിൽ ഇവർ പറഞ്ഞ ഈ മാറുണ്ടല്ലോ ഈ ഒരു പുതിയ സ്പേസ് ക്രാഫ്റ്റ് അതിങ്ങനെ നോക്കിയാകെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കൺട്രോൾ റൂമിലുള്ള സ്പെക്സുകാരനാണെങ്കിൽ IOയിൻ്റെ സഹായമൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ആഴ്ചയെങ്കിലും എടുക്കും പുതിയത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം വരെ അവർ പിടിച്ചു നിൽക്കില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് ചീഫിനോട് ചൂടാകുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കുന്നതാണ് ചീഫ് പറയുന്നത്. അപ്പോൾ സ്പെക്സുകാരിയാണെങ്കിൽ മിണ്ടാതിരുന്ന് എങ്ങനെ ശരിയാകുക, നമുക്കൊരു കാര്യം ചെയ്യാം, പാർക്ക് സാറ് പറഞ്ഞ മെത്തേഡ് നോക്കിയാലോ
എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇവളാണെങ്കിൽ അതൊന്നും പറ്റത്തില്ലേ, അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അതുപോലെ വിശ്വസിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ചീഫിനോട് ഡൊണാലിയും ചൂടാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്, 30 മണിക്കൂറിനുള്ളൊരു റെസ്ക്യൂ ഷിപ്പ് അവിടെ എത്തുമെന്ന് പറഞ്ഞു, എന്തുറപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്, അവരെ മരിച്ചിട്ട് അവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഡൊണാലിയാണെങ്കിൽ ഈവ് 2 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാനാണ് പറയുന്നത്. പക്ഷേ ഈവിൻ്റെ സ്വഭാവം അറിയാലോ, അവൾ 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 ദിവസം ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയുന്നതും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, പാർക്ക് പറഞ്ഞ പ്ലാൻ അനുസരിച്ച് അവനെ അങ്ങോട്ട് വിടണോ, നിങ്ങൾക്കെന്താ ബോധമില്ല, അങ്ങനെ പോയി കഴിഞ്ഞ് 3 പേരുടെ ലൈഫാണ് ഡേഞ്ചർ ആവുക, ഞാൻ അതിന് സമ്മതിക്കണോ ഇഡിയറ്റ്സ് എന്നൊക്കെ ചോദിച്ച് ചീഫ് ഇവരോട് ചൂടാകുന്നുണ്ട്. ഇവരെല്ലാവരും ആകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുകയാണ്. സ്പേസ് സ്റ്റേഷനിലാണെങ്കിൽ ഗോങ്യോങ്ങും ഈവും ഒരു തെർമൽ ടെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കും കേട്ടോ. എന്നിട്ടും ഇവർക്ക് നന്നായി തണുക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിൽ റെസ്ക്യൂ ഷിപ്പ് എത്തുമായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ മിണ്ടാതിരിക്കുക, എനർജി വേസ്റ്റ് ചെയ്യല്ലേ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ അവരെത്തുമായിരിക്കുമല്ലേ, എന്താ ഈ ടൈം ഇങ്ങനെ പോകാത്തതെന്ന് പറയുമ്പോൾ ഈവാണെങ്കിൽ നിൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല, അതിൽ വല്ല മ്യൂസിക്കോ വീഡിയോസ് എന്തെങ്കിലും പ്ലേ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അതിന് ഫോൺ കാണാനില്ലല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ഫോൺ ഇത് എവിടെ പോയി എന്ന് ഈവ് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അറിയത്തില്ല എന്നൊക്കെ ഈ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഈവാണെങ്കിൽ എന്ത് ഇപ്പോൾ റെസ്പെക്റ്റ് ഒക്കെ പോയോ, മാനേഴ്സ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ ചാവാൻ പോകുമ്പോൾ എന്ത് റെസ്പെക്റ്റ് മാനേഴ്സ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈവാണെങ്കിൽ അതും ശരിയാ എന്ന് പറയുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിലും അല്ല നേരത്തെ ഡ്രിങ്ക് കിട്ടിയില്ലേ, അത് ചത്തിട്ട് കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈവാണെങ്കിലും നമുക്ക് അത്യാവശ്യം വരുന്ന ടൈമിൽ കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക, ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി നീക്കാമെന്ന് പറയുമ്പോൾ ഇനി എപ്പോൾ കുടിക്കാൻ, അതിൻ്റെ കാല് വരെ തരിച്ചു പോയി എന്ന് ഇവൻ പറയുന്ന ടൈമിൽ ഇവൾ ഈ ഡ്രിങ്ക് എടുത്ത് ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുന്ന ഇവനാണെങ്കിൽ നല്ല ആശ്വാസം എന്ന് പറയുമ്പോൾ ആണോ എന്ന് എനിക്കും തന്നിന്ന് പറഞ്ഞിട്ട് ഈവും ഇത് കുടിക്കുന്നുണ്ട്. ഇതിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ മരിക്കേണ്ടി വരുമല്ലോ എന്ന് പറയുന്ന ഈവിനോട് സിനിമയിലൊക്കെ എത്രയോ ഭേദം എന്നാണ് ഗോങ്യോങ് പറയുന്നത്. തിരിച്ച് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ താൻ പറയുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഒരുമിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു കാര്യം പറയട്ടെ, നീ ക്ഷമിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഇവനോട് അല്ല ഒന്നുമില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നൊക്കെ ഇവൻ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ എന്തായാലും റെസ്റ്റ് എടുക്കാമെന്നൊക്കെ പറയുന്ന ടൈമിലാണ് കാലനക്കാൻ പറ്റുന്നില്ല, ഈ തണുപ്പ് കയറിയിട്ട് മസിലൊക്കെ കയറി എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഈ തെർമൽ പാക്കൊക്കെ തുറന്നിട്ട് ഇവൾക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നീ എന്തീ കാണിക്കുന്നത്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ ലൈഫ് വരെ ഡേഞ്ചറാണ്, വേഗം ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ ടെൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് കയറാൻ നോക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതെന്തീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല പുറത്ത് ഡേഞ്ചറാണെന്നല്ലേ പറഞ്ഞ് ഇതിൽ കയറിയ കുഴപ്പമുണ്ടെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഒന്ന് സംശയിച്ച് ഇവൾ പറയുന്നതും അങ്ങനെ ഇവനാണെങ്കിൽ ഇവളുടെ കൂടി ഈ തെർമൽ ടെൻറ്റിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും ഇവനാണെങ്കിൽ ഇപ്പം ഇത്തിരി ചൂടൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും അതെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നേക്കഡ് ആവുകയാണെങ്കിൽ ഡ്രസ്സൊക്കെ അഴിച്ചു കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടി ചൂട് അനുഭവപ്പെടുന്നു പറയുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഗോങ്യോങ് ആണെങ്കിൽ താൻ ഓക്കെ ആണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിലും മരിക്കാൻ പോകുമ്പോൾ ഇനി എന്ത് ഓക്കെ എന്ത് കുഴപ്പമെന്ന് പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്നാൽ കുറച്ച് ഡ്രിങ്ക്സ് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഡ്രിങ്ക്സ് കുടിക്കുന്നതും അതുപോലെ ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഡ്രസ്സൊക്കെ അഴിക്കുന്നതും പിന്നീട് രണ്ടുപേരും ക്ലോസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതെ താൻ ശരിക്കൊരു കമാൻഡർ ആണെന്ന് പറയുന്ന ഗോങ്യോങ്ങിനോട് അതെ കമാൻഡറാണ്, അതിന് ഞാൻ പ്രോട്ടോക്കോളൊന്നും തെറ്റിച്ചില്ലല്ലോ, പ്രോട്ടോക്കോൾ പോലെ തന്നെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോങ്യോങ് ആണെങ്കിലും സത്യാവസ്ഥ ഇവളോട് പറയാണ്, അതായത് ഒരു ടൂറിസ്റ്റ് ആയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എംസഡ് ഗ്രൂപ്പിൻ്റെ ഹയേഴ്സിൻ്റെ ഈ എഗ്സ് ഫെർട്ടിലൈസ് ചെയ്യാനാണെന്നും അവരെൻ്റെ പേഷ്യൻ്റ് ആയിരുന്നുവെന്നും ഐസ് കപ്പിൽ ഇവരുടെ എഗ്ഗൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ വലിയ എക്സ്പ്രഷൻ ഇല്ലാതെ ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിലും എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ അതെല്ലാം സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അതും ഒരു ജീവനാണെന്ന് പറയുന്നതും ഈ സീൻ ഇവിടെ ഒരു കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് കൊറിയൻ സ്പേസ് സെൻറ്ററിലേക്ക് പാർക്കും ഗോയിനയും കൂടി ഒരുമിച്ച് വരുന്നുണ്ട്. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മീഡിയക്കാരാണെങ്കിൽ അവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ഷിപ്പിൽ ആരാ പോകുന്നത്, നിങ്ങളാണോ, എന്താ അപ്ഡേറ്റ്സ് എന്നൊക്കെ ചോദിക്കുന്നതും പാർക്കാണെങ്കിലും ഒന്നും പറയാതെ ഗോയിനയെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നുണ്ട്, എന്താ സംഭവം ഒന്നും അവിടെ വ്യക്തമായി കാണിക്കുന്നില്ല. ഇതേ ടൈമിൽ സ്പേസ് സ്റ്റേഷനിൽ ഇവളാണെങ്കിൽ ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തന്നോട് ചൂടാകാനുള്ള എനർജി പോലും ഇല്ല, മരിക്കാൻ പോകുന്ന ടൈമിൽ ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ഈവാണെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ടുപേരും അല്ല അല്ലേ 3 പേര് മരിക്കാൻ പോവുകയാണല്ലേ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൻ നന്നായി സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. കാരണം ഇവൾ 3 പേരെന്ന് പറയുന്നുണ്ടല്ലോ, നേരത്തെ ഇവൾ തന്നെയാണ് ആ ഫെർട്ടിലൈസ്ഡ് ചെയ്തിട്ടുള്ള എഗ്സിനൊക്കെ നശിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ഇവൾ പറഞ്ഞിരുന്നു ഇതൊരു ജീവനല്ല എന്ന്. ഇതേ ടൈമിൽ ഇപ്പോൾ അതൊരു ജീവനായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഇവനതൊരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഇവൻ ചിരിക്കുന്ന ടൈമിൽ എന്താ 3 പേര് മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ചിരിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് മരിക്കേണ്ടി വരുന്ന വിചാരിച്ചത് ഇപ്പോൾ ഒരു കൂട്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഫണ്ണടിക്കുന്നതാണ്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാലും റെസ്ക്യൂ ഷിപ്പ് എത്തും, നമ്മളെ കൊണ്ടുപോകും, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു വില്ല് എഴുതി വെക്കാം, അതായത് ഇങ്ങനെ ഈ എഗ്സ് ഇവിടെ ഉണ്ട്, അപ്പോൾ അത് തിരിച്ചു കൊണ്ടുപോയിട്ട് ഇംപ്ലാന്റ് ചെയ്യണമെന്ന് നമ്മുടെ മരിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം ആയതുകൊണ്ട് അത് അവർ ചെയ്യാൻ
ചെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കുഞ്ഞ് ജനിക്കട്ടെ, നല്ല ഹെൽത്തി ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ ഇവൻ കാണാത്ത ഒരു പുതിയ ഇവനെയാണ് കേട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ നെക്കിൽ ഇങ്ങനെ കിസ് ചെയ്യുന്നതും, സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ചിപ്പോൾ മരിക്കുന്നതിൽ എനിക്ക് തീരെ സങ്കടമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ സൂം ഔട്ട് ചെയ്തിട്ട് ഇവൻ പറയുന്നുണ്ട് ഈ എലികൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്ക് ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ ഈവാണെങ്കിലോ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവിടെ ചോദിക്കുന്നത്. അതായത് സെക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പിന്നീട് ഇവർ രണ്ടുപേരും ക്ലോസ് ആയി നിൽക്കുന്നതും ഇവരുടെ ഒരു ഇൻറ്റിമസി ആയിട്ടുള്ള സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഈ സൂര്യൻ ഇങ്ങനെ പുതുതായിട്ട് അവിടെ നിന്ന് വരുന്നതും ഗോങ്യോങ്ങിൻ്റെ 10ാമത്തെ ദിവസമായി എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. മാക്സിമം പോയാൽ ഇവർക്ക് 20 മണിക്കൂർ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇവരെ രക്ഷിക്കാൻ ആരായിരിക്കും വരിക? കറക്റ്റായിട്ട് ഇവർ രണ്ടുപേരും സേവ് ആവോ? ഇനി തിരിച്ചെത്തിക്കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി ഭൂമിയിൽ നടക്കുന്ന സ്റ്റോറി? ഇതൊക്കെ അറിയാൻ നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റ്മെൻറ്റിലാണ്. പക്ഷേ അടുത്ത വീക്ക് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.